താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിനെതിരെ ശ്രീമൂലനഗരത്തിലെ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഡിഫ്രയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. ആശുപത്രി കവലയിൽ റോഡിൽ അടുപ്പുകൂട്ടി പാകം ചെയ്താണ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിനെതിരെ ശ്രീമൂലനഗരത്തിലെ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഡിഫ്രയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. ആശുപത്രി കവലയിൽ റോഡിൽ അടുപ്പുകൂട്ടി പാകം ചെയ്താണ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സിറാജ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം വില വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം, അതായത് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണ കമ്പനികൾക്ക് അമിത ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിയമം പ്രാവർത്തികമാക്കുകയും അവരെ സഹായിക്കാൻ മാത്രം, അവരുടെ ലാഭം മാത്രം ഉദ്ദേശിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു പ്രതിഭാസം, ഇലക്ഷൻ വന്നാൽ വില കൂടില്ല. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഉണ്ടോ, ആ ഇലക്ഷൻ കഴിഞ്ഞ് മാത്രം വില കൂടുക. ഇപ്പോൾ നമുക്കറിയാം, ഇവർ പറയുന്നൊരു കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വില വർധനവ എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ മാർച്ച് മുതൽ തുടങ്ങിയ, ഏതാണ്ട് ഫെബ്രുവരി മുതൽ തുടങ്ങിയ യുദ്ധമാണ്. ഈ സമയത്തൊന്നും കൂടാതെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഇപ്പം മെയ് ഇന്ന് 21-ാം തീയതിയായി. ഈ ദിവസങ്ങളിലാണ് ഏകദേശം 10 രൂപയുടെ വർധനവ് പല ദിവസങ്ങളായിട്ട് വന്നു ചേർത്തിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൂടാതെ തന്നെയാണ് ഗ്യാസ് വർധനവ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നിശ്ചിത രൂപ കൂട്ടിയാൽ ഒരുപക്ഷെ ജനങ്ങൾ അത് സഹിച്ചു കൂടും. വാണിജ്യ രംഗത്ത് ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെയുള്ള ഞാനൊരു വ്യാപാരം നടത്തുന്ന ഒരു ആൾ കൂടിയാണ്. നമുക്കറിയാം, ഒരു സ്ഥലത്തും ഗ്യാസ് കിട്ടാനില്ല. 2000 രൂപയ്ക്ക് കിട്ടാനുണ്ടായ ഗ്യാസ് ഇപ്പോൾ 3500 രൂപ കൊടുക്കുന്നൊരവസ്ഥ വന്നാൽ എങ്ങനെയാണ് വ്യാപാരി അത് വാങ്ങി അവൻ്റെ വ്യാപാരം നടത്തുന്നത്? ഡിഫ്ര അസോസിയേഷൻ പ്രസിഡന്റ് AM നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീമൂലനഗരം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി മേത്തർ, ഡിഫ്ര ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ജമാലുദ്ദീൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K ജയപ്രകാശ്, ജില്ലാ ട്രഷറർ M സുരേഷ്, ഗ്രാമിക റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുരളി പുത്തൻവേലി, ഡിഫ്ര പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK മോഹനൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഫാരിസ് മെഹർ, VV വിജയൻ, ഡിഫ്ര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VS സതീശൻ, ട്രഷറർ നൌഷാദ് ശ്രീമൂലനഗരം എന്നിവർ സംസാരിച്ചു. ഇതൊരു പ്രതിഷേധം മാത്രമാണ്. കാരണം ഒരു നായ കടിക്കാൻ വന്നാൽ നമ്മളതിനെ കല്ലെടുത്തെറിയും. കല്ലെടുത്തെറിയണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രതിരോധമാണ്. ഇത്തരം അക്രമം ഇന്ത്യയിൽ ഈ യുദ്ധത്തിൻ്റെ പേരിൽ നടന്നിട്ടും അതിനെതിരൊരു കല്ലെടുത്ത് പ്രതിഷേധിക്കാൻ ഈ ശ്രീമൂലനഗരം പഞ്ചായത്തിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വളരെ വേദനയതിൻ്റെ പേരിലും ഈ റെസിഡൻസ് വിവിധ ഭാഗങ്ങളിലെ പഞ്ചായത്തിലെ ആളുകളുടെ താല്പര്യപ്രകാരം അവരെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. 1000 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ, ഒരു ബേക്കറിയിൽ 1 or 2 സിലിണ്ടർ ഉപയോഗിക്കുന്ന ചെറുകിട വ്യാപാര സ്ഥാപനത്തിൽ 2000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ആ 2000 രൂപ വർദ്ധിച്ച സ്ഥിതിക്ക് അവർ ഉൽപ്പന്നങ്ങൾക്ക് എത്ര രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടത്? ചായയുടെ കാശ് എത്രയാണ്? ചായ രാവിലെ വെള്ളം വെച്ചാൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ ചായ നിർത്തണം, ചായ കച്ചവടം നിർത്തണം. അപ്പോൾ ഗ്യാസ് ഫുൾ ടൈം ഗ്യാസ് ഉപയോഗിക്കണം. അതിനിടയ്ക്ക് എത്ര പേര് വരുന്നു പോകുന്നു എന്നുള്ളതല്ല, അവിടെ ചായ ചൂടോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര രൂപയ്ക്ക് ചായ കൊടുക്കേണ്ടി വരും? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. പക്ഷേ ഒരു പരിധി വിട്ട് ഇതിൻ്റെ റേറ്റ് കൂട്ടിയാലോ പൊതുജനം പറയും വ്യാപാരികൾ അതിൽ റേറ്റ് കൂട്ടി കൊടുക്കുന്നു എന്ന്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അതാണ്. ആ ബേക്കറികളായിക്കോട്ടെ, ചെറുകിട ഹോട്ടലുകളായിക്കോട്ടെ, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം ഇറാനുമായിട്ടും നമുക്ക് ബന്ധമുണ്ടായിരുന്നു.
പക്ഷേ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി റഷ്യയുമായുള്ള പെട്രോളിയം ഇടപാട് നിർത്തലാക്കുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്ര പ്രതിസന്ധിയെ നേരിടേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ നമ്മുടെ പരമാധികാരം തന്നെ, നമ്മളൊരു സോവറിൻ സ്റ്റേറ്റാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും ഇപ്പോഴും അമേരിക്കയെ പോലുള്ള ബഹുരാഷ്ട്ര ശക്തികൾ ഇപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം അമേരിക്കയ്ക്ക് മുമ്പിൽ പണയം വെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വലിയ പരിതാപകരമായ അവസ്ഥയാണ്. ചെറിയ ഹോട്ടലുകൾ ആകെ അടയ്ക്കുകയാണ്. പാചകവാതക വില വർധനവ്, ആ പാചകവാതക വില വർധനവിൻ്റെ മാത്രമല്ല, പെട്രോൾ ഡീസൽ വില വർധനവിൻ്റെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ആകെ കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ തകർക്കുന്നതാണ്. ഇവിടെ മോഡിക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കോർപ്പറേറ്റുകളുടെ നഷ്ടത്തെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്, അതിനെക്കുറിച്ചാണ് ദുഃഖം, അതിനെക്കുറിച്ചാണ് കരയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ വരുമ്പോൾ ടപ്പേന്ന് പെട്രോൾ ഡീസൽ വില വർധന പിടിച്ചു നിർത്തുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ പടപെടാന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം BPCL ലാഭം ഉണ്ടാക്കുന്ന കമ്പനി 2000 ചില്ലാനം കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി പോലും സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം, നിസ്സാര വിലയ്ക്ക് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ശ്രമമാണ്. ലോകത്തിന് ഒന്നുമില്ല വിൽക്കാൻ, ഇന്ത്യയിലൊന്നും വിൽക്കാനില്ല. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി കഴിഞ്ഞു. ആ കൂട്ടത്തിലാണ് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ഈ ഒരു പ്രതിസന്ധി കൂടെ വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഇല്ലാതെ നമ്മളാരും അറിയാൻ പോകുന്നില്ല. ഈ പറയുന്ന 100 രൂപയ്ക്ക് 110 രൂപയ്ക്കാണ് പെട്രോൾ വിൽക്കുക. ഇത് 100, 120, 150 ആകാൻ ന്യായമായ വില ശരിയാണത്. പക്ഷേ ഇതുവരെ നമ്മുടെ നിന്ന് വാങ്ങിച്ച ആ ലാഭം, കൊള്ളലാഭം മുഴുവൻ അവരുടെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാവുന്നത്. ആ ഹോട്ടലുകൾക്കിടെയാണ് ഏറ്റവും വലിയ ഒരു അടിയേറ്റിരിക്കുന്നത്. അവർക്ക് തുച്ഛമായ ലാഭം ജനങ്ങളുടെ വിഷമം മാറ്റുന്ന ഹോട്ടലിലേക്ക് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങി പോയിക്കൊണ്ടിരുന്നത്. ആ ഗ്യാസ് വില വർധന കൊണ്ട് അവർക്ക് വില കൂട്ടാനും കഴിയില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ പല ചെറുകിട ഹോട്ടലുകളും സ്ഥാപനങ്ങളും അടിച്ചു പൂട്ടേണ്ട ഒരു ഗതികളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനയിലൂടെ ഗ്യാസിന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലേക്ക് വരുന്ന സാധനങ്ങളുടെ വില പെട്രോൾ വില വർധനയിലൂടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന ഒരു വിലയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടുപ്പ് കൂട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ദുഷ്കരമായി തീർന്നുകൊണ്ടിരിക്കുന്ന പാചകവാതകത്തിൻ്റെ വില ദിനേനയൊന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും, അതേപോലെ ഗ്യാസിൻ്റെയും അതേപോലെ മറ്റുള്ള പെട്രോൾ ഡീസൽ വില വർധനവും ഇതെല്ലാം ജനങ്ങൾക്ക് ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാക്കുന്നതിനും ഇവിടുത്തെ സർക്കാരുകൾക്കൊരു താക്കീതും നൽകിക്കൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ളൊരു സമരവുമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലും തോറും ഇന്ന് ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും അറിയാതെ ഇത് ദിനംപ്രതി വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഡിഫ്ര എന്ന സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇന്ധന വില വർധനവിലും ഗ്യാസിൻ്റെ എല്ലാം പെട്രോളിയത്തിൻ്റെ വില വർധന എല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് 15 റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ 15 അടുപ്പ് നമ്മുടെ ഈ ശ്രീമുല്ലം ജംഗ്ഷനിൽ കൂട്ടി പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങളൊരു സമര സംഘടനയാണോ? റെസിഡൻസ് അസോസിയേഷൻ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമര സംഘടന അല്ല, ശരിക്കും പറഞ്ഞാലേ ഇത് ഒരു പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളാൽ ഉണ്ടാകുന്നൊരു അസോസിയേഷനാണ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ അത് മുന്നിട്ട് നിൽക്കിക്കൊണ്ട് നമുക്ക് ഒരു സൂചന സമരം പോലെയാണ് എന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വ്യാപകമായാലേ നമ്മളെല്ലാ റെസിഡൻസ് കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ ജംഗ്ഷൻ മുഴുവൻ അടുപ്പ് കുട്ടികളുടെ സമരത്തിലേക്കാണ് നീങ്ങാൻ കഴിഞ്ഞ ദിവസമുള്ള കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ദിനംപ്രതി ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2022 മുതൽ എടുത്താലേ 10 രൂപയോളം പെട്രോൾ ഡീസലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വാണിജ്യ സിലിണ്ടർ ആണെങ്കിൽ പോലും 1000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കടയിൽ ഒരു ചായ കുടിക്കാൻ ചെന്നാലുള്ള അവസ്ഥ ആലോചിച്ച് ഒരു ചായക്ക് 15 രൂപ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഒരു പൈസയാണ് പല സ്ഥലങ്ങളിൽ